ഒരു നേരെ വീടായി, ഇപ്പം 2 നേരം വീടായി എനിക്ക്. അതെല്ലാം കൊണ്ട് അങ്ങനെ തന്നെ ഇടും. പ്രശാന്ത് തന്നെ ഇടും. അമ്മയുടെ പേര് ഭഗവതി അമ്മ. ഭഗവതി അമ്മ. വീട്ടിൽ എത്ര വോട്ടുണ്ട്? വീട്ടിൽ 2 ആണ്ടേ. 2 ആളേ ഉള്ളല്ലേ? പ്രശാന്തിന് വോട്ട് കൊടുക്കാൻ കുറഞ്ഞു പോയി അല്ലേ? ഓ അതെ. PK പ്രശാന്തിന്റെ സ്വന്തം വോട്ടറാണ്. ഇവിടെ നമ്മുടെ കരിക്കകത്ത് പൊങ്കാലയിടുകയാണ്. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കണ്ടു. എന്താ അമ്മേ, സ്ഥാനാർത്ഥികൾ വന്ന് കണ്ടപ്പോൾ അഭിപ്രായം എന്താ? അവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ഞാൻ ദൈവത്തെ കൈയടിച്ചു, അല്ലാത്ത ഇതിന് വർഷം 2 വർഷം കഴിഞ്ഞ് മുമ്പ് ഇന്നും അവര് അങ്ങനെ വന്നത്. റോഡൊക്കെ നല്ല വൃത്തിയാക്കി തന്ന്. വീട് ഒരു നേരം വീടായി, ഇപ്പൊ 2 നേരം വീടായി എനിക്ക്. അതെല്ലാം കൊണ്ട് അങ്ങനെ തന്നെ ഇടും. പ്രശാന്ത് തന്നെ ഇടും. അമ്മയുടെ പേര് ഭഗവതി അമ്മ. ഭഗവതി അമ്മ. വീട്ടിൽ എത്ര വോട്ടുണ്ട്? വീട്ടില് 2 ആണ്ടേ. 2 ആളേ ഉള്ളല്ലേ? പ്രശാന്തിന് വോട്ട് കൊടുക്കാൻ കുറഞ്ഞു പോയി അല്ലേ? ഓ അതെ. ഇതാണ് വട്ടപ്പാറയുള്ള പോലെ. ഞാൻ വട്ടപ്പാറയാണ്. വട്ടപ്പാറയാണ്. അവിടെ അനിലാണ് നിൽക്കുന്നത്. അപ്പൊ കുടുംബമായിട്ട് നിങ്ങൾ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം വികസനം ഏറ്റവും കൂടുതൽ അവിടെ നടത്തിയിട്ടുള്ളത് അനിലാണ്. അതിന് മുമ്പ് അതെ രജിയാർ അനിൽ. അപ്പൊ നെടുമങ്ങാട് മണ്ഡലത്തില് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികളെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമ്മുടെ റോഡൊക്കെ ആണെങ്കിലേ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടന്ന അതൊക്കെ ഇപ്പൊ കോടിക്കണക്കിന് രൂപ ഇപ്പൊ മന്ത്രി എന്നുള്ള നിലയിൽ ചെലവാക്കി അതൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഭയങ്കര വികസന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അത് ആ വികസനം തുടരണം. പിന്നെ കുറച്ച് അവരെ കുറിച്ച്, ആ സർക്കാരിനെ കുറിച്ച് കേട്ടതൊക്കെയോ? ഏത് സർക്കാർ? ഇടതുപക്ഷ സർക്കാരിനെ, പിണറായി സർക്കാരിനെ കുറിച്ച് കേട്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അഴിമതിയെ പറ്റിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അഴിമതിയൊന്നും ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് എതിർ കക്ഷികൾ പറയുന്നതാണ്, അല്ലാതെ ഒന്നുമില്ല. നമുക്ക് അനുഭവമുണ്ട്. സ്കൂളിലാണെങ്കിൽ അവിടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഹൈടെക് സ്കൂളാ. പിന്നെ നമുക്ക് അതൊക്കെയല്ലേ ആവശ്യം. നമ്മുടെ കുഞ്ഞു മക്കള് വളർന്നു വരുന്നതല്ലേ. ഇപ്പൊ നമുക്ക് അതൊക്കെയാണ് ആവശ്യം. അപ്പൊ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി. പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ഞങ്ങളുടെ അവിടെയൊക്കെ കൊച്ചു ഹോസ്പിറ്റൽ ഇതായിരുന്നു, PHSC. ഇപ്പൊ ഒക്കെ അത് 6 മണി വരെയൊക്കെ ഇതുണ്ട്, കൺസൾട്ടിങ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. പല നല്ല കാര്യങ്ങള്. അതെ. എല്ലാ പേരെന്താ? മഞ്ജു. ജനങ്ങൾ കേൾക്കാനാണ്, വോട്ടേഴ്സ് കേൾക്കാനാണ്. ഇടതുപക്ഷ സർക്കാർ 3ാം വട്ടം വരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൂടെയാണ്. മഞ്ജു എന്നാണ് പേര്, ടീച്ചറാണ്. മഞ്ജുവിന്റെ അഭിപ്രായത്തിൽ നമുക്ക് പ്രാഥമികമായി വേണ്ട ആശുപത്രികൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, നമുക്ക് വേണ്ട ഭക്ഷണം, അങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തു തന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ട് ഇത്തവണയും ഇടതുപക്ഷ സർക്കാർ തന്നെ വരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ്. ഈ അമ്മയുടെ മണ്ഡലത്തിലും മകളുടെ മണ്ഡലത്തിലും അമ്മയ്ക്കൊരു സങ്കടമുണ്ട്, 2 വോട്ടേ ഉള്ളൂ എന്നുള്ളത്. എന്തായാലും അമ്മയുടെ സന്തോഷം പോലെ, അമ്മയുടെ ആഗ്രഹം തന്നെ 3ാം വട്ടവും അമ്മയുടെ സർക്കാർ തന്നെ വരട്ടെ. കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ അമ്മയുടെ വാട്ടർ വർക്സിന്റെ റോഡാണ്, പേരൂർക്കട തൊട്ടുള്ള റോഡ്. അത് ഇപ്പോ പ്രശാന്ത് നല്ല ഇതിലൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് റോഡ്. അത് ഞാൻ എന്റെ കുട്ടിക്കാലത്തെ അത് പൈപ്പ് ലൈൻ റോഡാണ്, പൈപ്പ് ലൈൻ റോഡ്. ഇപ്പൊ അത് റോഡായി. അത് പ്രശാന്തിന്റെ കഴിവാണത്. അത് കാരണം ഇത് വാട്ടർ വർക്സിന്റെ റോഡാണ്. അപ്പൊ പല മാറി വന്നിട്ട് അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പ്രശാന്ത് ചെയ്തു വന്നു. ഇടതുപക്ഷ സർക്കാരിനെ പറ്റി പറയുമ്പോൾ 100 നാവുള്ള ഒരുപാട് പേർ ഈ അമ്പലനടയിലുണ്ട്. ഇടതുപക്ഷ സർക്കാരിനെ മാത്രമല്ല, മോദി സർക്കാരിനെ പറ്റി പറയുമ്പോഴും 100 നാവുള്ളവരുണ്ട്. പക്ഷേ ഇവിടെ ഇന്നിപ്പോ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടും അല്ലാതെയും ഒക്കെ വന്ന സ്ഥാനാർത്ഥികളെ കണ്ടപ്പോ ഇവരൊക്കെ ഒരല്പം കൺഫ്യൂഷനിൽ തന്നെയാണ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത്. എന്തായാലും പൊങ്കാല കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കട്ടെ.